ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, നല്ല നല്ല പ്ലാൻസ് എടുക്കുന്നതും ആ പ്ലാൻസിൽ പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷൻസ് വരുന്നതും അഗ്രസീവ് കണ്ടീഷൻസ്, റിസ്ക് ബേസ് ചെയ്തിട്ടുള്ള എൻട്രീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാത്തിലും മെജോറിറ്റി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കാം. പേഴ്സണലി എനിക്ക് ഡെയിലി ട്രേഡുള്ള ഒരാളല്ല. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മെയിൻലി നമ്മൾ പ്ലോട്ട് ചെയ്തിരുന്നൊരു ചാർട്ട് ഉണ്ടല്ലേ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതിലൊരു പ്ലാൻ എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ ടൈമിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് എൻട്രി ഉണ്ടാവുക. സോ അതിലേക്കാണ് എൻ്റെ പ്രോപ്പർലിയുള്ള എക്സിക്യൂഷൻ ഞാനവിടെ എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. സോ ഇന്നും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്ലാനിൽ പ്രോപ്പറായിട്ടുള്ള 2 എക്സിക്യൂഷൻസ് ചെയ്തു. ഒരു അഗ്രസീവ് എൻട്രി മോഡലും ഒരു കൺഫർമേഷൻ എൻട്രി മോഡലും. സോ പ്ലാനിൻ്റെ ആക്യുറസിയും ഈ എൻട്രി മോഡലും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട കാര്യം, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ, എന്തായിരിക്കും? കറൻ്റ്ലി ഈ ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ എൻ്റെ ഇമോഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മന്ത് എൻഡിലും ഇയർ എൻഡിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രോപ്പർലി സിസ്റ്റം ഫോളോ ചെയ്യണം. റിസ്ക് റിവാർഡ് നിങ്ങൾ ഫോളോ ചെയ്യണം. റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു ട്രേഡിലേക്ക് എത്രയാണ് നഷ്ടം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ റിസ്ക് വേണം നമ്മളോട് കൊടുക്കാൻ. നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിലോ മാക്സിമം റിസ്ക് കൊടുക്കാം. എപ്പോഴും അതിനെല്ലാത്തിനും പ്രോപ്പർലി ഉള്ള കാൽക്കുലേഷൻ ഉണ്ടാവണം. സോ ഇവിടെ 2 ട്രേഡ് സ്റ്റോപ്പ് ലോസ് വന്നപ്പോഴും എനിക്ക് എത്രയാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്, എൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. സോ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോയാലോ. വാ. സോ ഗൈസ്, നമ്മളിവിടെ നോക്കിയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മളൊരു പ്ലാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മളിന്നൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ഒരു മേജർ ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ ആണ് നമ്മളിന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ടുള്ളത്. കണ്ടിന്യൂവേഷൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് നോക്കിയിട്ടുള്ളത്. ശേഷം നിയർ 1% അടുത്താണ് നമ്മളിവിടെയും റിസ്ക് എടുത്തിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള സെറ്റിലാണ്. സോ നമ്മളിവിടെ 15 മിനിറ്റ് മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷമുള്ളൊരു അഗ്രസീവ് എൻട്രി മോഡലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ആഫ്റ്റർ ലിക്വിഡിറ്റി ഗ്രാബ് കിട്ടി എഗെയിൻ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത്. ആ ഒരു ഡേ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടാർഗറ്റ് നിയർ ഹൈ ആണ്. മെയിൻലി പ്ലാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ ആണ് നമ്മൾ ടോട്ടൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മൾ നിയർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടാർഗറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ. സോ വെയിറ്റ് ചെയ്യാം. സോ അതിലേക്ക് മാർക്കറ്റ് ഓൾറെഡി വന്നു ഫെയിൽ ആയിട്ടുള്ളതായിട്ട് കാണാം. സോ ബാങ്ക് നിഫ്റ്റിനാണ് ഏകദേശം 30 പോയിന്റ്സ് എടുത്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റോപ്പ് ലോസ് ആണ്. സോ പ്ലാൻ സ്റ്റിൽ ആക്റ്റീവ് ആണ്. ഇതാണ് നമ്മളുടെ ലെവൽ എന്ന് പറയുന്നത്. സോ ഇതാണ് പ്ലാൻ, സ്റ്റിൽ ആക്റ്റീവ് ആണ്. സോ ഫസ്റ്റ് എൻട്രി അഗ്രസീവ് കണ്ടീഷനിലുള്ള ഫസ്റ്റ് എൻട്രി മോഡലിൽ നമുക്ക് എന്താ പറ്റിയിട്ടുള്ളത്, ഫെയിൽ ആവാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇവിടെ അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള എൻട്രീസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി മോഡൽ, കൺഫർമേഷൻ എൻട്രി മോഡൽ നോക്കുക എന്നുള്ളത്. സോ ഇനി നമുക്കിവിടെ എങ്ങനെ കൺഫർമേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി എൻട്രി നോക്കാനായിട്ട്. മേ ബി മാർക്കറ്റ് ഇനി ടാർഗറ്റ് ഈ പറയുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമ്പൾസീവ് ആയിട്ട് വേണമെങ്കിൽ പോകുന്നതായിട്ട് കാണാം. പക്ഷെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള എൻട്രി മോഡൽ എന്ന് പറയുന്നത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി മോഡലാണ്. റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയാം, നമ്മളെല്ലാ വീഡിയോസിലും പ്രീവിയസ് എടുത്തിട്ടുള്ള സെയിം എൻട്രി മോഡൽ തന്നെയാണ്, അഗ്രസീവ് എൻട്രി മോഡൽ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 3700 അടുത്താണ് നമ്മൾ റിസ്ക് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഏകദേശം 1% അടുത്ത് നമുക്ക് റിസ്ക് വന്നിട്ടുണ്ട്.
സോ ഇനി നോക്കിയിട്ട് വേണം കയറാൻ. ഓൾറെഡി നമ്മളൊരു 1% റിസ്ക് കൊടുത്തിട്ടുണ്ട്. സോ എഗെയിൻ ഒരു 1% ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ എഗെയിൻ ഈ ഒരു ട്രേഡിലേക്ക് കയറാം. ഇനി നമുക്ക് ഡയറക്റ്റോ അല്ലെങ്കിൽ റിസ്ക് എൻട്രീസോ കാര്യങ്ങളോ ഈ ട്രേഡിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് എൻട്രി കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. സോ ഗൈസ് ഇവിടെ നമ്മൾ ഈ കയറിയിട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ എൻട്രി ആണ് നമ്മൾ ഇട്ടിട്ടുള്ള ഈ ടോട്ടൽ പ്ലാനിന്റെ കണ്ടിന്യൂഷൻ എൻട്രി ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി അത് ഫസ്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫൈനൽ ടാർഗറ്റിലേക്കുള്ള ഒരു എൻട്രിയിൽ ഇതുവരെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി പറഞ്ഞാണല്ലോ നമുക്ക് ഇതുവരെ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു കണ്ടിന്യൂഷൻ എൻട്രി ആണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കണേ. പക്ഷെ ഇതിനെ അടുത്തുള്ള റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 into 70 നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കുറച്ച് റിസ്ക് എത്രയാണ്. കുറച്ച് റിസ്ക് ആണെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ടോട്ടലി മാർക്കറ്റ് ഇവിടെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ടോട്ടലി ഉള്ള ട്രെൻഡ് ലൈനെ ഞാൻ ഒരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ ഈ മാനിപ്പുലേഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ഒരു മേജർ സോണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ചെറിയൊരു കൺഫർമേഷനും കൂടെ നോക്കി ഒരു ഇംബാലൻസ് നമ്മളവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വി ഐ പി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രിയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൺഫർമേഷൻ. നമ്മൾ കുറച്ച് അപ്സൈഡിലായിട്ടാണ് എൻട്രി കയറിയിട്ടുള്ളത്. നമ്മളൊരു 1:2 ആണ് പ്ലാൻ ചെയ്യണത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 3000 ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് ബ്രേക്കിങ്ങിലേക്ക് മാക്സിമം സ്കെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. സോ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ കംപ്ലീറ്റ് പ്ലാനിലേക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണേ കേട്ടോ. ഓക്കെ, സോ ഇതാണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ. സോ ഇത് ഞാൻ PNL ഇട്ടൊരു കണ്ടീഷനാണ്. പക്ഷേ ട്രേഡ് ഏകദേശം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു പ്രൈസ് സ്വിംഗ് ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പ്രീമിയത്തിൽ നോക്കി അറിയാം. പ്രീമിയത്തിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അറിയാം ഇതിൻ്റെ റിസ്ക് എത്രയാണെന്നുള്ളത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാൽക്കുലേറ്റർ എടുക്കുക. നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 17 to 18 പോയിന്റ്സ് ആണ്. അപ്പോൾ 90 ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 17 into 90 ഈക്വൽ ടു 1530 ആണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ള റിസ്ക് കേട്ടോ. അപ്പോൾ 0.5 അടുത്താണ് ഞാൻ റിസ്ക് എടുത്തിട്ടുള്ളത്. രാവിലെ നമ്മൾ 1% റിസ്ക് എടുത്തു. സോ ഇവിടെ ഞാൻ 0.5% ആണ് റിസ്ക് എടുത്തിട്ടുള്ളത്. സോ മാക്സിമം സ്കെയിൽ ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാലോ, ചെറിയ റിസ്ക് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ അഗെയിൻ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ട്രേഡിനെ മാക്സിമം സ്കെയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പ്ലാനിലുള്ളത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർ പ്ലാനിലേക്ക്, ടോട്ടലി ഉള്ള പ്ലാനിലേക്ക് നിയർ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ ഉണ്ട്. സോ ടോട്ടലി ഉള്ള പ്ലാനിലേക്ക് മാക്സിമം നമ്മളുടെ ഒരു 1:2 RRന്റെ കണ്ടീഷനിലേക്ക് സ്കെയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അതിനിടയിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാനത് ഓൺ ഗോയിങ് പറയാം. കറന്റ് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ എന്തായാലും ഇങ്ങനെ തന്നെ പോകാനുള്ള പ്ലാനാണ്. സോ തിരിച്ച് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്താവുന്നുള്ളത് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് ഓൾമോസ്റ്റ് SL ഹിറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അതിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ് തന്നിട്ടും നമുക്ക് എന്താണ് ട്രേഡിൽ ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇത് മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ ബയാസ് പ്രോപ്പർ ആവുന്നുണ്ട്. നിങ്ങൾ SL ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്രൈറ്റീരിയ, ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ മാത്രമാണ്, ആ ഒരു ക്രൈറ്റീരിയ എൻട്രി വന്നുകൊണ്ടാണ് ഞാൻ എൻട്രി ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു 10 ടൈംസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 6 to 7 ടൈംസ് മാർക്കറ്റിൽ എന്താണ് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിൻ്റെ പ്രോബബിലിറ്റിയിൽ വേണം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട്. അതിൻ്റെ വിന്നിങ് റേഷ്യോ നിങ്ങൾ നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. സോ ഇന്ന് നമുക്ക് എന്താ സെക്കൻഡ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഒരു ഇന്റേണൽ മൂവ്മെന്റ് ആണ് മാർക്കറ്റിലുള്ളത്. ഈ ഒരു മൂവ്മെന്റത്തിനുള്ളിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, എഗെയിൻ ബ്രേക്ക് ഔട്ട് വന്നു, എഗെയിൻ അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക് വന്നു. സ്റ്റിൽ മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസ് ആണ്. ഒരു വൺ ഡയറക്ഷൻ മൂവ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. മേ ബി ഇനി വേണമെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന 50 മിനിറ്റിൻ്റെ ഒരു ഇംബാലൻസിൽ നിന്നൊക്കെ മാർക്കറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നില്ല, എൻട്രീസ് നോക്കുന്നില്ല. മാക്സിമം ആണ് 2 എൻട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സിമം ആണ്. സോ അതിന് മേളിലേക്ക് എൻട്രീസ് നമ്മൾ നോക്കില്ല. സോ നമ്മൾ പ്രോപ്പർലി ഉള്ള റൂളാണ്. സോ ഇനി നമുക്ക് റിസ്കിലേക്ക് വരാം. സോ ഇവിടെ നമ്മൾ 1.
0.5% അതേപോലെ 1% ആണ് ടോട്ടലി റിസ്ക് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് ഏകദേശം 3700 1% അടുത്തില്ല, 0.7 ആണ്. സോ ഇവിടെ നമ്മളൊരു 0.4 to 3% അടുത്ത് നമുക്ക് ഇവിടെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ നമുക്ക് 5448 ആണ് ലോസ് ഉള്ളത്. സോ ഇത് മനസ്സിലാക്കുക, പ്രോപ്പർലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി എക്സിക്യൂട്ട് ചെയ്ത് ഫെയിലായി, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഇനി മാർക്കറ്റായിട്ട് അടി ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന എൻട്രി അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇൻട്രാഡേ സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാവും. അപ്പോൾ അഗ്രസീവായിട്ടുള്ള സെല്ല് വേണമെങ്കിൽ മാർക്കറ്റിൽ കാണും. സോ അതിൻ്റെ പുറകെ ഓക്കെ ഇതൊരു സപ്ലൈ ആണല്ലോ എന്ന് കരുതി അഗെയിൻ ഇവിടെ നിന്നുള്ള എൻട്രീസ് പോവാം. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുകൾ എന്ത് ചെയ്യാനുണ്ട് നിങ്ങൾക്ക്? നോർമലി ഒരു ബിഗിനർക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ നോക്കുക ഇത് വലിയൊരു സെല്ലാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ഇത് വർക്കിംഗ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം. സോ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ചിലപ്പോൾ വർക്കിംഗ് ആവുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്രോപ്പർ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പ്രോപ്പർ ആയിട്ടുള്ള മൊമെൻറ്റും ഉണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അഗ്രസീവ് കണ്ടീഷൻ ആയിരുന്നു. സോ ഇതൊന്നും തന്നെ നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ ട്രേഡ് അല്ല. കൺഫർമേഷൻ ട്രേഡ്സിൽ പ്രോപ്പർലി ഞാൻ ഒരു 5% to 3% ആണ് റിസ്ക് ചെയ്യാറുള്ളത്. സോ ആ ഒരു റിസ്ക് എനിക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ. മാക്സിമം നിയർ 1.5 to 6 അടുത്ത് മാത്രമാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, എൻ്റെ റിസ്ക് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ മന്തിലേക്കുള്ള പ്രോഫിറ്റിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇന്നൊരു ദിവസം ഉണ്ടായി, ഓക്കെ ഫൈൻ, അത് നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം. സോ എപ്പോഴും പ്രോഫിറ്റ് മാത്രം കാണിക്കുന്ന കാര്യമില്ല, പ്രോപ്പർലി ഉള്ള പ്ലാനുകൾ എനിക്കുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് നമുക്ക് എന്താ ഉണ്ടാവാറുണ്ട്, ലോസസും ഉണ്ടാവാറുള്ള കാര്യം തന്നെയാണ്. സോ നമ്മളുടെ രാവിലത്തെ പ്രോപ്പർ പ്ലാൻ, സോ ഈ പ്ലാൻ കറൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ പ്രോപ്പർലി ഒരു ട്രേഡും ടാർഗറ്റ് ആയിട്ടില്ല. രണ്ട് ട്രേഡും സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് ഹിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. എല്ലാവരും ജേണലിൽ അത് നോട്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വീക്കെൻഡ്സിലൊക്കെ നിങ്ങൾക്ക് അത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളുടെ പ്രോബ്ലംസ് എന്നുള്ളത് സോൾവ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് ആ പ്രോബ്ലംസ് ഇനി ഉണ്ടാവാതെ നോക്കാം ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, സോ ഇതാണ് കാരണം നമ്മൾ ഇന്നത്തെ കണ്ടീഷൻ. അതായത് നിഫ്റ്റിയുടെ നമ്മുടെ ഒരു പ്ലാൻ. നിഫ്റ്റിയിൽ ഇപ്പോൾ നോക്കാത്തതിൻ്റെ റീസൺ നമ്മൾ റീസെൻ്റ്ലി ഇട്ടിട്ടുള്ള പ്ലാനാണ് അപ്പ് ആൻഡ് ഡൗൺ. ഈ ഒരു സോണിൽ നിന്ന് അഗെയിൻ ഇങ്ങോട്ട് ഡൗൺ സൈഡിലേക്ക് അപ്പ് സൈഡിലേക്ക്, ഡൗൺ സൈഡിലേക്ക് ഓൾറെഡി മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് നിഫ്റ്റി പ്രോപ്പർ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഈ ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ നമ്മൾ സിംഗിൾ പ്ലാനിൽ സിംഗിൾ എക്സിക്യൂഷനാണ് നോക്കണേ. ഓൾറെഡി അപ്പ് സൈഡ് പ്ലാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമുക്കവിടെ പ്രോപ്പർലി എൻട്രീസ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിനുശേഷം നമ്മൾ വേറെ എൻട്രീസ് ഒന്നും ഇവിടെ നോക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നൊരു പ്രോപ്പർ പ്ലാൻ വന്നുകൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ കണ്ടീഷൻ. ഇതാണ് നമ്മൾ ഇന്ന് നടന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ എല്ലാവരും കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കമന്റിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള എല്ലാവരും പറയാം. ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇതേപോലൊരു പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം, അത് ഫോക്കസ് ചെയ്യണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതിലെല്ലാത്തിലും കൂടി ടോട്ടലി ഒരു സിസ്റ്റം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മുതൽ എൻട്രി ക്രൈറ്റീരിയ, എക്സിറ്റ് ക്രൈറ്റീരിയ, കൺഫർമേഷൻ എൻട്രീസ്, റിസ്ക് എൻട്രീസ്, റിസ്ക് മാനേജ്മെൻറ്റ്, കൺഫർമേഷൻസിൽ ഉണ്ടാകുന്ന റിസ്ക് മാനേജ്മെൻറ്റ്, അതേപോലെ റിസ്ക് എൻട്രീസിൽ എടുക്കേണ്ട റിസ്ക് മാനേജ്മെൻറ്റ്. സോ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കാൻ. പിന്നെ മേജറായിട്ട് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ എക്സിക്യൂഷൻ പ്ലാൻ. സോ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മുമ്പോട്ട് നല്ലൊരു ട്രേഡിംഗ് ജേണി ഉണ്ടാവട്ടെ. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റ് ഓൾറെഡി നമ്മളൊരു പ്ലാൻ എടുത്തു, ആ പ്ലാനിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം ഒരു എൻട്രി എടുത്തു അല്ലേ, ആ എൻട്രി എന്താ പറ്റിയ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. എഗെയിൻ ഞാൻ വെയിറ്റ് ചെയ്ത് ഒരു എൻട്രി എടുത്തിട്ട് എനിക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായി. സോ അതിനുശേഷം മാർക്കറ്റ് അഗ്രസീവ് ആയിട്ടുള്ള ഫെയിൽ ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാം, വലിയ അങ്ങോട്ട് പോകും, എനിക്ക് ഇന്ന് ഇത്ര ലോസ് വന്നു. സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് അല്ലെ. ആ ഒരു സൈക്കോളജിയിലേക്ക് നിങ്ങൾ ആരും എത്താൻ നോക്കുക. നിങ്ങളൊരു റൂൾ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മനസ്സിലാവും. അപ്പോൾ മെയിൻലി ഞാൻ മാക്സിമം ആണ് ഞാൻ 2 ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ 2 ട്രേഡ്സ് എൻ്റെ ഒരു ദിവസത്തിൽ സിംഗിൾ ട്രേഡ് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ. അല്ലാത്ത സിറ്റുവേഷൻസിൽ 2 ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാക്സിമം ആണ്. ഒരിക്കലും ഞാൻ അങ്ങനെ 2 ട്രേഡ്സ് 3 ട്രേഡ്സ് ഡെയിലി എടുക്കുന്ന ആളല്ല.
സിംഗിൾ ട്രേഡ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. സോ ആ ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് ഇന്നൊരു എക്സിക്യൂഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ആ ഒരു പ്രോപ്പർ എൻട്രി മോഡൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ എൻട്രി മോഡൽ അവിടെ ക്രിയേറ്റ് ആയിട്ടില്ലെങ്കിലോ ഞാൻ അവിടെ ഒരിക്കലും എൻട്രി എടുക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? അത് ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യാം. പ്രീവിയസ്ലി വീഡിയോസ് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഓൾറെഡി ഒരു റിസ്ക് റിവാർഡ് എടുക്കുന്നു, എഗെയിൻ ഞാൻ പറയും നൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി കൂടെ കിട്ടുകയാണെങ്കിൽ നോക്കാന്നുള്ളത്. പക്ഷെ ഇതുവരെ നമ്മളവിടെ ഒരു സെക്കൻഡ് എൻട്രി കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? എനിക്ക് എൻ്റെ സെയിം എൻട്രി മോഡൽ അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ആ എടുത്തിട്ടുള്ള സെക്കൻഡ് എൻട്രിയുടെ ആക്യുറസി അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. 10 ടൈംസിൽ ഒരു 7 to 6 ടൈംസും അതെന്താണ് വിന്നിംഗ് റേഷ്യോ ഉണ്ട്. അതെങ്ങനെയാണ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇത്രനാളത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ള ഒരു എൻട്രി മോഡലാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു 60 to 70% ആക്യുറസി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? സോ പ്രോപ്പർ പ്ലാനിലേക്ക് കൂടി ആണെങ്കിൽ ബെറ്റർ ആണ്. സോ നൈസ്. ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്, ഇത്ര ലോസ് ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു ട്രേഡ് എൻഡ് ചെയ്യുന്ന ദിവസം, ഒരു വീക്ക് എൻഡ് ചെയ്യുന്ന ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണോ ഞാൻ ഫോളോ ചെയ്തെന്നുള്ളത് നോക്കാം. സോ അപ്പോൾ എല്ലാവരും സിസ്റ്റം ബിൽഡ് ചെയ്യാം. അതുവരെ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അബ്ജി സൈനിങ് ഓഫ്.